ഓം ശാന്തി 12/1/2014 എന്ന ബാബയുടെ അവ്യക്ത മഹാവാക്യമാണ്. 2/6/77 റിവൈസ്ഡ് മുരളിയാണ്. മുരളിയുടെ സാരം: ബ്രാഹ്മണരിൽ നിന്ന് ദേവതയാകുന്നവരാണ് സർവ്വ ആത്മാക്കളുടെയും ആധാരമൂർത്തികളും ഉദ്ധാരമൂർത്തികളും പൂർവികരും. ബാബ്ദാദ നാനാഭാഗത്തുമുള്ള കുട്ടികളെ അവരുടെ വിശേഷമായ 2 രൂപങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ 2 രൂപങ്ങൾ ഏതെല്ലാമാണെന്ന് മക്കൾക്കറിയുമോ? ഒന്ന്, കുട്ടികൾ സർവരുടെയും പൂർവികരാണ്. രണ്ടാമത്തത്, സർവരാലും പൂജിക്കപ്പെടുന്നവരുമാണ് നിങ്ങൾ. പൂർവികരും പൂജനീയരും. പൂജയ്ക്കൊപ്പം കീർത്തനങ്ങൾക്കും നിങ്ങൾ യോഗ്യർ തന്നെ. ഇപ്രകാരമുള്ള 2 സ്വരൂപങ്ങളുടെ സ്മൃതി നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾ സർവധർമ്മസ്ഥാപകരുടെയും സർവാത്മാക്കളുടെയും പൂർവികരാണെന്ന സ്മൃതി കുട്ടികൾക്കുണ്ടോ? ബ്രാഹ്മണരിൽ നിന്ന് ദേവതയാകുക എന്നാൽ ആദിസനാതന ദേവീ ദേവതാ ധർമ്മത്തിലെ ആത്മാക്കൾ ബീജമായ ബാബയിലൂടെ നേരിട്ട് തയ്യാറായ തായ്തടിയാണ്. സൃഷ്ടിവൃക്ഷത്തിന്റെ ചിത്രത്തിലും നിങ്ങളുടെ സ്ഥാനം എവിടെയാണ്? മൂലസ്ഥാനമല്ലേ? അപ്പോൾ മൂലസ്ഥാനമാണ് തായ്തടിയുടേത്. അതിൽ നിന്നാണ് സർവധർമ്മങ്ങളുമാകുന്ന ശാഖകൾ തുടങ്ങുന്നത്. അപ്പോൾ മൂലാധാരമെന്നാൽ സർവരുടെയും പൂർവികരാണ് ബ്രാഹ്മണരിൽ നിന്ന് ദേവതയാകുന്നവർ. അങ്ങനെയുള്ള പൂർവികർ അർത്ഥം ആദിദേവനിലൂടെ ജന്മമെടുത്ത ആദ്യ രചനകളാണ്. എല്ലാവർക്കും അവരവരുടെ പൂർവികരോട് ബഹുമാനവും സ്നേഹവും ഉണ്ടായിരിക്കും. ഓരോ കർമ്മത്തിന്റെയും ആധാരവും കുലമര്യാദകളുടെ ആധാരവും ആചാരാനുഷ്ഠാനങ്ങളുടെ ആധാരവും പൂർവികരാണ്. പൂർവികരെന്ത് ചെയ്യുന്നു അത് കണ്ടിട്ടാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആത്മാക്കളുടെയും ആധാരമൂർത്തികളും ഉദ്ധാരമൂർത്തികളും നിങ്ങൾ പൂർവികരാണ്. ഇപ്രകാരമുള്ള തന്റെ ശ്രേഷ്ഠമായ സുമാനത്തിലാണോ മക്കൾ സ്ഥിതി ചെയ്യുന്നത്? ഞാൻ പൂർവിക ആത്മാവാണ്, സർവരുടെയും പൂർവികനാണെന്ന സുമാനമുള്ളതിനാൽ പൂർവിക ആത്മാക്കളുടെ സ്ഥാനത്തിനും സുമാനമുണ്ട്. ഏത് ധർമ്മത്തിലെ ആത്മാവായാലും അറിയാതെയാണെങ്കിലും ഭാരതഭൂമിക്ക് പൂർവിക സ്ഥാനത്തിന്റെ മഹത്വം നൽകി ആ ദൃഷ്ടിയോടുകൂടിയാണ് ഭാരതത്തെ നോക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ മഹത്തായ പ്രാപ്തികളുടെയും ആധാരം സഹജമായ യോഗം അഥവാ ഏതെങ്കിലും പ്രകാരത്തിലുള്ള യോഗത്തിന്റെയോ ആധ്യാത്മിക ശക്തിയുടെയോ പ്രാപ്തി കേന്ദ്രമായി കാണുന്നതും ഭാരതത്തെ തന്നെയാണ്. ഭാരതത്തിന്റെ ഓർമ്മചിഹ്നമായ ഗീതാശാസ്ത്രം സർവശാസ്ത്രങ്ങളുടെയും ശ്രേഷ്ഠ സോമാന ശാസ്ത്രമായി മാനിക്കപ്പെടുന്നു. സയൻസിനും സൈലൻസിനും പ്രേരണ നൽകുന്നവർ ഗീതയെ മാനിക്കുന്നു. തന്റെ പൂർവജരുടെ ചരിത്രവും ചിത്രവും കാണുന്നതിനും കേൾക്കുന്നതിനുമുള്ള ആഗ്രഹം അവരിൽ ഉണ്ടാകാറുണ്ട്. പൂർണ്ണമായ തിരിച്ചറിവില്ലാത്തതിനാൽ, സ്മൃതിയില്ലാത്തതിനാൽ, ആഗ്രഹമുണ്ടെങ്കിലും ധർമ്മവും ദേശവും വിഭിന്നമായതിനാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉള്ളവർക്ക് ഭാരതത്തിലെത്താൻ അല്ലെങ്കിൽ ഭാരതീയരുടെ സമീപത്തെത്തുവാൻ കഴിയുന്നില്ല എന്ന് മാത്രം. അതിനാൽ കുട്ടികൾ ഇത് തിരിച്ചറിയണം. നിങ്ങളാണ് സർവരുടെയും പൂർവികർ. ലൗകിക രീതിയിലും തന്റെ പൂർവികരുടെ ഭൂമി അല്ലെങ്കിൽ പൂർവികരുടെ സ്ഥലം, ചിത്രം, വസ്തുക്കൾ അവയോട് പിന്നീട് വരുന്ന തലമുറയ്ക്ക് പൊതുവെ സ്നേഹമുണ്ടായിരിക്കും. അതുപോലെ അറിഞ്ഞും അറിയാതെയും മറ്റു ധർമ്മത്തിലുള്ളവർ ഭാരതത്തിലെ പഴയ വസ്തുക്കൾക്കും പഴയ ചിത്രങ്ങൾക്കും മൂല്യം കൽപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭാരതവും ഭാരതീയരുമാണ് സർവ ആത്മാക്കൾക്കും പൂർവികര്. ഇങ്ങനെയുള്ള നിമിത്തമായ പൂർവജ ആത്മാക്കൾ സദാ ഈ മന്ത്രം ഓർമ്മ വയ്ക്കുന്നുണ്ടോ? തന്റെ സങ്കല്പം, അതായത് മനസാ വാച കർമ്മണ ഉണ്ടാകുന്ന എന്റെ ഓരോ കർമ്മങ്ങളും സങ്കല്പങ്ങളും മറ്റാത്മാക്കളിലേക്കെത്തും. കാരണം ഞാൻ തായ്തടിയിലാണ് ഇരിക്കുന്നത്. സർവശാഖകൾക്കും ശക്തി കിട്ടുന്നത് നമ്മളാകുന്ന തായ്തടിയിലൂടെയാണ്. ഈ മന്ത്രം ഓർമ്മയിലുണ്ടോ? നിങ്ങൾ ആത്മാക്കളിലൂടെയാണ് സർവ്വാത്മാക്കൾക്കും ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ശക്തി അഥവാ സർവശക്തികളുടെയും പ്രാപ്തി ഉണ്ടാകുന്നത്.
അതിനാൽ കുട്ടികൾ അവരവരുടെ സങ്കല്പങ്ങളുടെ മേലെയും കർമ്മങ്ങളുടെ മേലെയും ഇത്രയും ശ്രദ്ധയുണ്ടോ? പൂർവികരെയാണ് എല്ലാവരും ഫോളോ ചെയ്യുക. അതിനാൽ നിങ്ങളുടെ സങ്കല്പങ്ങളും കർമ്മവും സ്ഥൂല രൂപത്തിലും സൂക്ഷ്മ രൂപത്തിലും മറ്റുള്ളവർ ഫോളോ ചെയ്യും. അത്രയും വലിയ ഉത്തരവാദിത്വം ഉണ്ടോ? ഈ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടാണോ ഓരോ സങ്കല്പങ്ങൾ രചിക്കുന്നതും ഓരോ കർമ്മം ചെയ്യുന്നതും? നിങ്ങൾ സൃഷ്ടിയുടെ പൂർവികരായ ആത്മാക്കളാണ്. മുഴുവൻ സൃഷ്ടിയുടെ സമയത്തിന്റെയും സ്ഥിതിയുടെയും ആധാരം. നിങ്ങൾ സതോപ്രധാനമായിരിക്കുമ്പോൾ സൃഷ്ടിയിൽ സ്വർണിമയുഗമാണ്. പ്രകൃതിയും അന്തരീക്ഷവും വിശ്വവും മുഴുവൻ സതോപ്രധാനമായിരിക്കും. അപ്പോൾ സമയത്തിന്റെയും സ്ഥിതിയുടെയും ആധാരം, പ്രകൃതിയുടെ ആധാരം നിങ്ങൾ ദേവാത്മാക്കളാകുന്ന പൂർവികരാണ്. അതിനാൽ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത്, ഞങ്ങളുടെ കർമ്മത്തിന്റെ ആധാരം, ഞങ്ങളുടെ കർമ്മം ഞങ്ങളുടെ മാത്രം ആധാരമാണ് എന്ന് വിചാരിക്കരുത്. ഞാൻ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചുള്ള പ്രാലബ്ധം എനിക്ക് കിട്ടുന്നു എന്ന് മാത്രം ചിന്തിക്കരുത്. നിങ്ങളുടെ കർമ്മത്തിന്റെ ആധാരത്തിലാണ് മറ്റാത്മാക്കളുടെയും കർമ്മങ്ങളും ജീവിതവും പോകുന്നത്. കാരണം താങ്കൾ പൂർവജ ആത്മാക്കളായതുകൊണ്ട് നിങ്ങളുടെ കർമ്മത്തിന്റെ പ്രാലബ്ധം നിങ്ങളോടൊപ്പം സർവ്വ ആത്മാക്കളെയും സൃഷ്ടിചക്രത്തെയും ബാധിക്കും. അത്രയും മഹാനായ ആത്മാക്കളായി മാറിയൂ. ഈ സ്ഥിതിയിലിരിക്കുന്നതിലൂടെ സദാ സ്വയത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കും. അത് മാത്രമല്ല, ഒരു തരത്തിലുള്ള അലസതയും നിങ്ങളെ പിടികൂടുകയില്ല. സാധാരണമായതോ വ്യർത്ഥമോ ആയ സങ്കല്പങ്ങളോ കർമ്മങ്ങളോ താങ്കൾക്കുണ്ടാകില്ല. എന്നാൽ എപ്പോഴും ഈ ശ്രേഷ്ഠ സ്ഥിതിയുടെ സീറ്റിലിരിക്കണം. അപ്പോൾ മായയുടെ എതിർപ്പുകളും വരില്ല. ഏറ്റവും ശ്രേഷ്ഠ സ്ഥിതിയുടെ സീറ്റാണ് ഞാൻ പൂർവിക ആത്മാവാണ്, മുഴുവൻ സൃഷ്ടിയുടെ പൂർവികനാണ് ഞാനെന്ന സ്മൃതി. ഈ സീറ്റിലിരുന്ന മായ പോലും നിങ്ങളോട് നമസ്കരിക്കും. 5 വികാരങ്ങളും 5 തത്വങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ദാസിയായി മാറും. പിന്നീട് 5 വികാരങ്ങളോട് നിങ്ങൾക്ക് ആജ്ഞാപിക്കാൻ കഴിയും, അരക്കൽപ്പത്തേക്ക് എന്റെ അടുത്തുനിന്ന് വിട വാങ്ങിക്കോളൂ. അപ്പോൾ അവർ വിട വാങ്ങിപ്പോയിക്കോളും. പ്രകൃതിയും സതോപ്രധാനവും സുഗതയുമായി തീരും. അഥവാ താങ്കൾ പൂർവജ ആത്മാവാണ്, അതായത് ഞാൻ പൂർവികനാണെന്ന പൊസിഷനിലിരുന്ന് സങ്കല്പത്തിലൂടെ ആജ്ഞാപിച്ചിട്ടും മായയും പ്രകൃതിയും മാനിച്ചില്ല എന്ന അവസ്ഥ ഒരിക്കലും സംഭവിക്കില്ല. അതായത് പ്രകൃതി പരിവർത്തനപ്പെടാതിരിക്കുക, താങ്കളുടെ പൊസിഷനിലിരുന്ന ആജ്ഞ കിട്ടിയിട്ടും 5 തത്വങ്ങൾ വിട വാങ്ങാതിരിക്കുക, ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല. മനസ്സിലായോ മക്കൾക്ക്? അതിനാൽ തന്റെ ശ്രേഷ്ഠ സ്വമാനം ബാബ നാനാഭാഗത്തുള്ള മഹാവീരന്മാരായ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികൾ നമ്പർ വയസ്സാണെന്ന് ബാബയ്ക്ക് അറിയാം, പക്ഷേ സ്വമാനത്തിന്റെ സ്മൃതിയിലിരിക്കൂ. ശരി, ഇങ്ങനെയുള്ള സർവരുടെയും ആധാരമൂർത്തികളും മായയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മുക്തരായവരും സദാ അധികാരികളും സദാ താൻ പൂർവിക ആത്മാവാണെന്ന പൊസിഷനിൽ സ്മൃതിയിൽ സ്ഥിതി ചെയ്യുന്നവരും തന്റെ ഓരോ സങ്കല്പത്തിലൂടെയും കർമ്മത്തിലൂടെയും സർവാത്മാക്കളെയും ശ്രേഷ്ഠരും ശക്തിശാലികളുമാക്കി മാറ്റാൻ നിമിത്തവുമാണെന്ന് മനസ്സിലാക്കുന്ന മാസ്റ്റർ രചയിതാവ്, മാസ്റ്റർ സർവശക്തിവാൻ ജ്ഞാനയുക്ത ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരം. ഇനി ബാബയുടെ മുരളിയില് കുറച്ച് ഗ്രൂപ്പിനോടുള്ള ബാബയുടെ ആത്മീയ സംഭാഷണമുണ്ട്. അതിലാദ്യം നിർമ്മൽ ശാന്ത ദാദിജിയോട് ബാബ ചോദിക്കുന്നത്, സ്വയത്തെ പൂർവിക ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ വിദേശത്തേക്കും ദാദിജി നിമിത്തമായി പോയിരിക്കുന്നു. എന്തിനുവേണ്ടി വിദേശങ്ങളിലേക്ക് പോകുന്നു ദാദിമാർ? സർവധർമ്മത്തിലുള്ളവരും ദാദിമാരെ കാണുമ്പോൾ തങ്ങളുടെ പൂർവികരെന്ന ദൃഷ്ടിയിലൂടെ നോക്കും. അവർക്ക് തോന്നലുകൾ വരും, വൈബ്രേഷൻ കിട്ടും. ഈ ആത്മാക്കൾ നമ്മുടെ ബന്ധുക്കളാണ്, സ്വന്തമാണെന്ന തോന്നൽ അവർക്ക് വരും. എന്നാൽ എങ്ങനെയായിരിക്കും അതവർ അറിയുക? ദാദിമാരുമായി സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ അവർക്ക് സ്വന്തമെന്ന ഫീലിംഗ് ഉണ്ടാവും, വൈബ്രേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. ഓരോ സ്ഥലത്ത് ദാദിമാർ പോകുമ്പോഴും ഉയർന്ന ദൃഷ്ടിയോടെ, ഉയർന്ന ആത്മാക്കൾ എന്ന ഭാവനയോടെ, വൈബ്രേഷനിലൂടെ പ്രാപ്തികൾ അവർക്ക് കിട്ടും. സാധാരണ മേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ചന്ദ്രൻ എല്ലാവരെയും ആകർഷിക്കാറുണ്ടല്ലോ. അതുപോലെ
ധാരാളം ശ്രേഷ്ഠ വസ്തുക്കളും വ്യക്തികളുമുണ്ട്. ആ അനുഭവം മറ്റുള്ളവർക്കും ഉണ്ടാകും. എന്നാൽ അറിയാത്തതിനാൽ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ദൃഷ്ടിയിലൂടെ, വൈബ്രേഷനിലൂടെ അനുഭവം കിട്ടുമ്പോൾ, മേഘങ്ങളിൽ നിന്നും അല്പം ശീതളതയുടെ കിരണങ്ങൾ അനുഭവം ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകും. ഇപ്പോൾ പൂർവികരുടെ പ്രത്യക്ഷതയുടെ സേവയ്ക്ക് വേണ്ടി ദാദിമാർ വിദേശങ്ങളിലേക്ക് പോകുന്നു. ചിലർ സാകാരത്തിൽ സേവനം ചെയ്യുന്നു. ചില പൂർവികർ ആകാര രൂപത്തിലുണ്ട്, സൂക്ഷ്മരൂപത്തിൽ ഇപ്പോൾ ഉണ്ട്. എന്നാൽ എല്ലാവരും പരസ്പരം സഹയോഗികളാണ് സേവനത്തിൽ. നിങ്ങളെല്ലാവരും സ്വയം സഹയോഗികളാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? സേവയ്ക്ക് നിമിത്തമാകുന്നത് ഒരാളാണെങ്കിലും സാക്ഷാത്കാരം ഉണ്ടാകുന്നത് ശിവശക്തി സേനയുടേതാണ്. അതോ ഒരാളുടേത് മാത്രമാണോ? എങ്ങനെ ബാബയിലൂടെ കുട്ടികളുടെയും കുട്ടികളിലൂടെ ബാബയുടെയും സാക്ഷാത്കാരം ഉണ്ടാകുന്നു, അതുപോലെ നിമിത്തമായ ഒരു ആത്മാവ് സേവനത്തിനു വേണ്ടി പോകുമ്പോൾ സഹയോഗികളായ സർവാത്മാക്കളുടെയും സാക്ഷാത്കാരം ആ നിമിത്ത സേവാധാരിയിൽ നിന്ന് സർവർക്കും കിട്ടും. അഥവാ ബാക്കി എല്ലാവരും സേവയ്ക്ക് വേണ്ടി വിദേശത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇനിയും ഇതുപോലെ ധാരാളം പേർ, ഇവിടെയുള്ളവരെല്ലാം വിദേശത്തേക്ക് ചെന്നാൽ പിന്നെ ആരെ കാണാനാണ് അവരെല്ലാം നാട്ടിലേക്ക് വരിക, ഭാരതത്തിലേക്ക് വരിക? അതുകൊണ്ടാണ് ബാബ ഒരാളെ രണ്ടുപേരെ വിടുന്നത്. ഇവരെ കാണുമ്പോൾ, ഇവരെ പോലെ ധാരാളം പേർ ഭാരതത്തിലുണ്ടെന്ന് കേൾക്കുമ്പോൾ ആകർഷണമുണ്ടാവും. എല്ലാവരും കാണാൻ വേണ്ടി ഇവിടേക്ക്, ഭാരതത്തിലേക്ക്, മധുബനിലേക്ക് വരും. സാധാരണ കച്ചവടക്കാരും അങ്ങനെയാണല്ലോ. സാമ്പിള് മാത്രമേ കാണിച്ചു കൊടുക്കാറുള്ളൂ കച്ചവടക്കാരൻ. സാമ്പിളായിട്ട് 1-2 വസ്തുക്കൾ പുറത്തു വയ്ക്കും, ബാക്കിയെല്ലാം ഉള്ളിലായിരിക്കും. പക്ഷെ ഓരോന്നിന്റെയും മഹത്വം പറഞ്ഞു കൊടുക്കും. അതുപോലെ ഡ്രാമയിൽ ബാബയും തന്റെ ഓരോ രത്നങ്ങൾക്ക് സമാനം മൂല്യവത്തായ കുട്ടികളുടെ സ്ഥിതിയെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഓർമ്മചിഹ്നങ്ങളുടെ രൂപത്തിൽ തയ്യാറാക്കുന്നത്. എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും ഒരു സ്ഥലത്താകുമല്ലോ. പക്ഷെ ഓരോ ക്ഷേത്രങ്ങളും ഓരോരോ സ്ഥലത്താണ്. അതേപോലെ ബാബയുടെ സേവയ്ക്ക് യോഗ്യരായ രത്നങ്ങളും ഓരോരോ വിഭിന്ന ഭാഗങ്ങളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ സ്ഥലത്ത് നടക്കുന്ന സേവനങ്ങൾക്കും അതിന്റേതായ മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ഓരോ രത്നങ്ങളുടെയും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, സേവാധാരികളായ രത്നങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങൾ പല സ്ഥലത്ത് തയ്യാറാകുന്നത്. ഇപ്രകാരം നാനാഭാഗത്തും ബാബയുടെ വിശേഷ രത്നങ്ങളുടെ ഓർമ്മചിഹ്നങ്ങളായ ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നു. ക്ഷേത്രങ്ങളില്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ലല്ലോ. ഗ്രാമങ്ങളിൽ പോയാൽ പോലും ക്ഷേത്രങ്ങളില്ലാത്ത സ്ഥലമില്ല. അപ്പോൾ നിങ്ങളുടെ ഓർമ്മചിഹ്നങ്ങൾ എല്ലായിടവും ഉണ്ട്. അടുത്തത് ബാബ മൻമോഹിനി ദീദിയോട് സംസാരിക്കുന്നതാണ്. ദീദിയോട് ബാബ ചോദിക്കാണ്, വിമാനത്തിനാണോ വേഗത കൂടുതൽ, അതോ മനസ്സിന്റെ സങ്കല്പങ്ങൾക്കാണോ? സ്ഥൂലമായ വിമാനത്തിൽ കയറി വിദേശത്തേക്ക് പോകുന്നു, അത് സയൻസ് ഉണ്ടാക്കിയ വിമാനം. പക്ഷെ ബാബ നിങ്ങൾ കുട്ടികളെ സൈലൻസിന്റെ വിമാനത്തിൽ കയറ്റുന്നു. സയൻസിന്റെ രചയിതാവ് പോലും സൈലൻസ് ആണ്. അപ്പൊ സൈലൻസ് ആകുന്ന രചയിതാവിലല്ലേ ശക്തി കൂടുതൽ? നിമിത്തമായ കൂട്ടുകെട്ടിലൂടെ സേവനം നടക്കുന്നു. ബാബ പറയണേ, ദാദിജി സേവയ്ക്ക് വേണ്ടി വിദേശത്ത് പോയി. ദീദി വരദാനി മൂർത്തിയായി, മഹാദാനി മൂർത്തിയായി തന്റെ ഖജനാവുകളെ മനസാശക്തിയിലൂടെ സർവർക്കും വൈബ്രേഷനിലൂടെ ലൈറ്റിന്റെയും മൈറ്റിന്റെയും അനുഭവം കൊടുക്കണം. ഇത് വരദാനമാണ്. നിമിത്തമായ ഒരു രത്നത്തിലൂടെ അനേക രത്നങ്ങളെ തയ്യാറാക്കാൻ കഴിയും. അതിനാൽ മൻസാ സേവനത്തിന്റെ കങ്കണം ധരിക്കൂ. മൻസാ സേവനം ആരംഭിക്കുമ്പോൾ സേവയിൽ ഒരു പുതിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. കർട്ടന് പിന്നിൽ നിന്നുകൊണ്ട് നിമിത്താത്മാക്കൾ മൻസാ ചെയ്യുന്ന സേവനത്തിന്റെ ധൈര്യത്തിലൂടെ യജ്ഞത്തിന്റെ സേവന ചരിത്രത്തില് ഒരു പുതിയ ടേണിംഗ് പോയിന്റ് തന്നെ ഉണ്ടാകും. മുഴുവൻ സമയവും ഞാൻ പൂർവിക ആത്മാവാണ് എന്ന സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് സൃഷ്ടിവൃക്ഷത്തിന്റെ തായ്തടിയിലാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സൃഷ്ടിവൃക്ഷത്തിന്റെ എല്ലാ ശാഖകൾക്കും മനസ്സ് ശക്തിയാകുന്ന ജലം നൽകൂ. ഉണങ്ങിപ്പോയ ശാഖകളെ വീണ്ടും പച്ചപ്പുള്ളതാക്കി മാറ്റൂ. അടുത്തത് ബാബ ഗ്രൂപ്പിനോടൊപ്പം സംസാരിക്കുന്നതാണ്. ഓരോരുത്തരും ഞാൻ വിശ്വമംഗളകാരി ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ഓരോ സങ്കല്പവും ഓരോ കർമ്മവും ചെയ്യുന്നത്?
നിങ്ങളുടെ ഓരോ സങ്കല്പത്തിലും കർമ്മത്തിലും വിശ്വത്തിന് നന്മയുണ്ടാകട്ടെ എന്ന ശുഭാവനയുണ്ടോ? എപ്പോഴാണ് ഓരോ സങ്കല്പവും ശ്രേഷ്ഠമാകുന്നത്, അപ്പോഴാണ് താങ്കളിലൂടെ വിശ്വത്തിന്റെ മംഗളം ഉണ്ടാകുള്ളൂ. ഇതെന്റെ കർത്തവ്യമാണെന്ന സ്മൃതി എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ വിശ്വത്തിന് മംഗളം ചെയ്യാനുള്ള ഇൻചാർജാണ്. വിശ്വമംഗളം ചെയ്യുന്നതിനുള്ള ചാർജ് എനിക്ക് ബാബ തന്നിട്ടുണ്ട്. ഈ ഇൻചാർജിന്റെ ഡ്യൂട്ടി ഒരിക്കലും മറക്കരുത്. ലൗകിക ലോകത്തിലാണെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് തന്റെ ഡ്യൂട്ടി, ഒരു പദവി കിട്ടിയാൽ ആ ഡ്യൂട്ടി ശരിയായ രീതിയിൽ നിർവഹിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരെ ജോലിയിൽ നിന്ന് പുറത്തുവിടും. ഇവിടെ ബാബ ആരെയും പറഞ്ഞു വിടുന്നില്ല. പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ച കർത്തവ്യം നിങ്ങൾ ശരിയായി ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് താനേ പോകേണ്ടി വരും. അവിടെ സാധാരണ ഓഫീസുകളിൽ ശമ്പളം കുറയ്ക്കും, താക്കീത് കൊടുക്കും. എന്നാൽ ഇവിടെ സ്വന്തം ഡ്യൂട്ടി കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഡ്രാമയനുസരിച്ച് പ്രാപ്തികളുടെ ശമ്പളവും കുറയും, സന്തോഷവും കുറയും, ശക്തിയും കുറയും. സ്വാഭാവികമായി ഇങ്ങനെ അനുഭവപ്പെടും. എന്താണെന്നറിയില്ല, എനിക്ക് സന്തോഷമില്ല. എന്താണ് കാരണം? തീർച്ചയായും ബാബ നൽകിയ ഡ്യൂട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ കൃത്യമായി നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സന്തോഷം നഷ്ടപ്പെടുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഇവിടം വിട്ടു പോകേണ്ടി വരും. എന്തോ നഷ്ടപ്പെട്ടു എന്ന തോന്നലുണ്ടാവും. അതിനാൽ കൃത്യനിർവഹണത്തിൽ നല്ലതുപോലെ മുഴുകൂ. വിശ്വമംഗളം, ഇതാണ് നിങ്ങളുടെ കർത്തവ്യം. വിശ്വത്തിന് മംഗളം ഉണ്ടാകുന്നതല്ലാതെ, സർവർക്കും മംഗളം ഉണ്ടാകുന്ന തരത്തിലുള്ളതല്ലാതെ മറ്റൊരു സങ്കല്പം പോലും കൊണ്ടുവരരുത്. വിശ്വമംഗളം ചെയ്യണം. ഈ സങ്കല്പം പൂർണ്ണമായും പരിപാലിക്കുന്നുണ്ടോ? തന്റെ കർത്തവ്യ നിർവഹണത്തിൽ സദാ മുഴുകിയിരിക്കുന്നില്ലേ? അതോ പരിധിയുള്ള ഉത്തരവാദിത്വങ്ങൾ മാത്രം പാലിച്ചിട്ട് പരിധിയില്ലാത്ത ഉത്തരവാദിത്വങ്ങൾ മറന്നു പോകുന്നുണ്ടോ? കുട്ടികൾക്ക് സദാ ഈ നിശ്ചയം ഉണ്ടായിരിക്കണം, ഞാൻ വിശ്വമംഗളകാരിയാണ്. വിശ്വം എത്രത്തോളം വലുതാണോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളില് ഈശ്വരീയ ലഹരി വലുതായിരിക്കണം. ആത്മീയ ലഹരി കുറഞ്ഞാൽ സേവനങ്ങളും കുറഞ്ഞു പോവും. അതിനാൽ ബാബയെ ഏൽപ്പിച്ച് കൃത്യനിർവഹണം കൃത്യതയോടെ പാലിക്കൂ. കൃത്യനിർവഹണം കൃത്യതയോടെ പാലിക്കുന്നവരെ എല്ലാവരും വിശ്വസ്തൻ എന്ന ദൃഷ്ടിയിൽ കാണും. ബാബയും മനസ്സിലാക്കും, ആരാണോ കൃത്യതയോടുകൂടി ഈശ്വരീയ സേവനങ്ങൾ ചെയ്യുന്നത് അവരാണ് ബാബയുടെ വിശ്വസ്തർ. ഒന്നാമത് വേണ്ടത് ബാബയിൽ പൂർണ്ണ നിശ്ചയമുണ്ടായിരിക്കണം. എന്നാൽ ബാബയിലുള്ള നിശ്ചയം മാത്രം പോരാ, സേവനങ്ങളിലും വിശ്വസ്തരായിരിക്കണം. ഇതൊരു മുഖ്യ വിഷയമാണ്. ജ്ഞാനം ഒരു വിഷയമായിരിക്കുന്നത് പോലെ സേവനവും വിഷയമാണ്. അപ്പോൾ ഇവിടെ വിശ്വസ്തർക്ക് മാത്രമേ നമ്പർ മുന്നിലേക്ക് പോകാൻ കഴിയൂ. നിങ്ങൾക്ക് നമ്പർ കിട്ടുന്നത് ജ്ഞാനമാർഗത്തിൽ ബാബയുടെ അടുത്ത് വന്നതിന് ശേഷം ഓരോ തവണയും നിങ്ങൾക്ക് ഓരോ കാര്യത്തിലൂടെ എത്ര മാർക്ക് ഓരോ വിഷയത്തിലും കിട്ടിയോ, എല്ലാ വിഷയങ്ങളിലൂടെയും കിട്ടിയ ആകെ മാർക്കിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ പദവി. മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നതിനോടൊപ്പം തന്റെയും സേവനം ചെയ്യണം. തന്റെ സേവനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ സേവനം മറക്കാനും പാടില്ല. മറ്റുള്ളവരുടെ സേവനം ചെയ്തുകൊണ്ട് തന്റെ സേവനം ചെയ്യുന്നതും മറക്കരുത്. രണ്ടിന്റെയും സന്തുലനം വേണം. അപ്പോൾ പറയാം, താങ്കൾ വിശ്വമംഗളകാരിയാണ്, തീർച്ചയായും ആത്മജ്ഞാനിയാണ്. എന്നാൽ ബാബയിലൂടെ നിമിത്തമായ കുട്ടികൾക്ക് മാത്രമേ വിശ്വമംഗളകാരിയാകാൻ കഴിയൂ. ആത്മജ്ഞാനം പലർക്കും ഉണ്ടാകും. പക്ഷെ ബാബ ആരെ നിമിത്തമാക്കിയോ ആ കുട്ടികൾക്ക് മാത്രമേ വിശ്വമംഗളകാരിയാകാൻ കഴിയൂ. അപ്പോൾ മാതാക്കൾ അഥവാ ശക്തിസേന ശക്തി രൂപത്തിൽ സേവനങ്ങളിൽ ഉപസ്ഥിതരാണു. തന്റേതായ ദുർബലതകളുണ്ടെങ്കിൽ സേവനങ്ങളിലും ദുർബലതയുണ്ടാകും. അതിനാൽ ശക്തി സ്വരൂപമായി സേവനം ചെയ്താൽ മാത്രമേ സഫലതയുണ്ടാകൂ. സ്വയത്തെ സാധാരണ മാതാവെന്ന് മനസ്സിലാക്കാതെ ജഗത് മാതാവാകൂ. ജഗത് മാതാവ് എന്നാൽ വിശ്വമംഗളകാരിയായിരിക്കണം. പാണ്ഡവരും മഹാവീരന്മാരെന്ന് മനസ്സിലാക്കി, അതായത് സഹോദരന്മാര്. മഹാവീരനാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സേവനത്തിനു വേണ്ടി തയ്യാറായിരിക്കുന്നുണ്ടോ? മഹാവീരൻ ബുദ്ധിമുട്ടുള്ള കാര്യത്തെ സഹജമാക്കി മാറ്റും. സഹോദരന്മാരാണ് ഏത് സേവനകാര്യം, ബുദ്ധിമുട്ടുള്ള സേവനകാര്യത്തെയും സഹജമാക്കി മാറ്റേണ്ടത്. മഹാവീരന്റെ സ്മാരകം കണ്ടിട്ടില്ലേ? സഞ്ജീവിനി എന്ന മരുന്ന് കൊണ്ടുവരിക എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ മഹാവീരൻ എന്തു ചെയ്തു? സഞ്ജീവിനി മരുന്നുള്ള പർവ്വതം തന്നെ എടുത്തുകൊണ്ടുവന്നു.
കാരണം മഹാവീരന് പർവ്വതത്തെ കടുകാക്കി മാറ്റാൻ എളുപ്പം കഴിയും. അതേപോലെ എല്ലാ ബാബയുടെ തിരിച്ചറിഞ്ഞ സഹോദരന്മാരും മഹാവീരനെ പോലെ സേവനത്തിന്റെ സ്റ്റേജിലേക്ക് വരൂ. ഏതുപോലെയാണോ നിങ്ങൾ നിങ്ങളുടെ പാർട്ട് അഭിനയിക്കുന്നത്, അതുപോലെയാണ് കാഴ്ചക്കാർക്ക് നിങ്ങളെ പ്രതിയുള്ള പ്രതികരണവും ഉണ്ടാകുന്നത്. അഭിനേതാവ് അഭിനയിക്കുമ്പോൾ സ്റ്റേജ് എത്രത്തോളം നല്ലതാണോ അത്രത്തോളം അഭിനയത്തിനും മൂല്യം ഉണ്ടായിരിക്കും. അതിനാൽ പരിശോധിക്കൂ, ഓരോ അഭിനയത്തിന്റെയും സ്ഥിതി ഏതാണ്. ഞാൻ ഏത് സ്ഥിതിയിൽ ഇരുന്നുകൊണ്ടാണ് എന്റെ ഓരോ പാർട്ടും അഭിനയിക്കുന്നത്? ശക്തിശാലിയായ സ്ഥിതിയാണോ അതോ വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണോ? സ്റ്റേജിൽ സ്ഥിതി ചെയ്ത ശേഷം, അതായത് സ്ഥിതിയിലിരുന്നുകൊണ്ട് പാർട്ട് അഭിനയിക്കൂ. എന്നിട്ട് നോക്കൂ ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മത്തിന് എത്ര സഫലത കിട്ടുന്നു എന്ന്. ഇനി ബാബ മധുബൻ നിവാസികളോട് സംഭാഷണം നടത്തുകയാണ്. എല്ലാ മധുബൻ നിവാസികളും നിർവിഘ്നരാണോ? അഖണ്ഡ യോഗികളാണോ? യോഗം ഇടയ്ക്ക് മുറിയാറില്ലല്ലോ? ആരോടാണോ പ്രീതി, ആ പ്രീതിയുടെ രീതി നിറവേറ്റുന്നവരാണ് അഖണ്ഡയോഗികൾ. ഇന്നത്തെ കാലത്ത് മഹാൻ ആത്മാവെന്ന് വിളിക്കുന്നവർ അഖണ്ഡാനന്ദൻ എന്നെല്ലാം പേര് വയ്ക്കാറുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും അഖണ്ഡ സ്വരൂപമായിരിക്കുന്നത് നിങ്ങൾ എന്റെ മക്കളല്ലേ? ആനന്ദത്തിലും അഖണ്ഡം, സുഖത്തിലും അഖണ്ഡം, എല്ലാത്തിലും നിങ്ങളുടെ സ്ഥിതി അഖണ്ഡമായതല്ലേ? വായുമണ്ഡലത്തിന്റെയും അന്തരീക്ഷത്തിന്റെയും സഹയോഗവും മധുബനിലുണ്ട്, ഭൂമിയുടെ സഹയോഗവും ഉണ്ട്. അപ്പോൾ മധുബൻ നിവാസികൾക്ക് സഹജമാണ് അഖണ്ഡ സ്ഥിതിയിലിരിക്കാൻ. പക്ഷെ ഒരേ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം, മധുബനില് മോശമായ കൂട്ടുകെട്ടിൽ വരരുത്, സംഘദോഷത്തിൽ മാത്രം പോകരുത്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ അവഗുണങ്ങൾ കണ്ടാലും കേട്ടാലും അതിനെ ഡോൺ കെയർ, അതായത് ശ്രദ്ധിക്കാതിരിക്കുക. ഈ വിശേഷതയിലൂടെ മാത്രമേ അഖണ്ഡ യോഗികളാകാൻ കഴിയൂ. ആരുടെയെങ്കിലും സംഘദോഷത്തിൽ വന്നാൽ, അവഗുണങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ബാബയുമായുള്ള യോഗം മുറിഞ്ഞു പോകും. അഖണ്ഡ യോഗി അല്ലെങ്കിൽ പൂജ്യനാകാൻ പറ്റില്ല. യോഗം മുറിഞ്ഞാൽ അല്പസമയത്തേക്കേ പൂജ്യനാകൂ, സദാകാലത്തേക്ക് പൂജ്യനാകില്ല. അരക്കൽപ്പം സ്വയം പൂജ്യ സ്വരൂപരാകണം. അടുത്ത അരക്കൽപ്പം നിങ്ങൾക്ക് മൂർത്തി രൂപത്തിൽ പൂജയും കിട്ടും. അങ്ങനെയാണോ? ശരി. വരദാനം: പ്രസന്നതയുടെ ആത്മീയ വ്യക്തിത്വത്തിലൂടെ സർവരെയും അധികാരിയാക്കി മാറ്റുന്ന കീർത്തനത്തിനും പൂജയ്ക്കും യോഗ്യരായി ഭവിക്കും. ആരാണോ സർവരിൽ നിന്നും സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് അവർ സദാ പ്രസന്നരായിരിക്കും. ഇതേ പ്രസന്നതയുള്ള ആത്മീയ വ്യക്തിത്വം കാരണം പ്രശസ്തരായവർ, അതായത് കീർത്തനത്തിനും പൂജയ്ക്കും യോഗ്യരായി മാറും. ശുഭചിന്തകരും പ്രസന്നചിത്തരുമായ നിങ്ങൾ ആത്മാക്കളിലൂടെ സർവർക്കും സന്തോഷത്തിന്റെയും ആശ്രയത്തിന്റെയും ധൈര്യത്തിന്റെയും ചിറകുകളും ഉണർവും ഉത്സാഹവും പ്രാപ്തമാകുന്നു. ഈ പ്രാപ്തി ചിലരെ അധികാരിയാക്കി മാറ്റുന്നു, ചിലർ ഭക്തരായി മാറുന്നു. സ്ലോഗൻ: ബാബയിൽ നിന്നും വരദാനങ്ങൾ പ്രാപ്തമാക്കാനുള്ള സഹജമായ മാർഗമാണ് ബാബയോട് ഉള്ളുകൊണ്ടുള്ള സ്നേഹമുണ്ടായിരിക്കണം. ഓം ശാന്തി.